Hello, welcome to the online learning classroom on C. In the previous two classes, we have discussed about three programs. Of these, two of them contain some mathematical operations: addition, subtraction, and division. In our day-to-day life, we need to perform many mathematical operations. Let us see what are the facilities available in C to perform all these operations. In this class, we will deal with the different types of operators available in C. In a program, we will perform different tasks. Most of these tasks are performed using some kind of operators. What are the operations that can be performed in a program? These are the list of operators used to perform most of the mathematical and logical operations in a program. The operators are used in mathematical or logical expressions to manipulate data and variables. Let us go through each type of operators. First one is arithmetic operator, very common operator. We have performed many arithmetic operations in mathematics. The same task can be performed using the specified operators. There are some operators are little bit different from mathematics. Plus, minus for addition and subtraction, then star for multiplication, slash for division, and percentage symbol for modulus operation. Modulus operation is nothing but to find out remainder after division. A number is associated with these operators that shows the precedence of the operator, precedence rank. പല എക്സ്പ്രഷനുകളിലും ഒന്നിലധികം ഓപ്പറേറ്റേഴ്സ് വരും. എക്സ്പ്രഷനുകളിൽ ധാരാളം ഓപ്പറേറ്റേഴ്സ് നാം ഉപയോഗിക്കാറുണ്ട്. അത് ഏത് ഓർഡറിലാണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് എന്നാണ് ഈ പ്രയോറിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ റാങ്ക് അവിടെ സ്പെസിഫൈ ചെയ്തിരിക്കുകയാണ്. പ്ലസ് ആൻഡ് മൈനസ് റാങ്ക് ഈസ് 4 ആൻഡ് ഫോർ അതേഴ്സ് റാങ്ക് ഈസ് 3. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, മോഡുലസ്, ദേ ആർ ഹാവിങ് ഹയർ പ്രയോറിറ്റി ദാൻ ദാറ്റ് ഓഫ് പ്ലസ് ആൻഡ് മൈനസ്. അപ്പോൾ എക്സ്പ്രഷനിൽ ഈ കോമ്പിനേഷൻസ് ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഹൈ പ്രയോറിറ്റിയുള്ള ഓപ്പറേറ്റേഴ്സ് ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും, അല്ലെങ്കിൽ ആ ഓപ്പറേഷൻ ചെയ്തതിന് ശേഷമായിരിക്കും ലോവസ്റ്റ് പ്രയോറിറ്റിയുള്ള ഓപ്പറേഷൻസ് ചെയ്യുക. അടുത്ത കാറ്റഗറിയാണ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്. റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ആർ യൂസ്ഡ് ടു കമ്പയർ ടു വാല്യൂസ്, and these operators are used in relational expressions. Relational expressions are used in decision-making statements and logical statements. Less than, greater than, less than equal to, greater than equal to, not equal to. These are the relational operators. അത് രണ്ട് വാല്യൂ കമ്പയർ ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. എ ഗ്രേറ്റർ ദാൻ ബി, എയിലുള്ള വാല്യൂ ബിയേക്കാൾ വലുതാണോ എന്ന് ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കും. അതേപോലെ എ ലെസ് ദാൻ ബി, എ ഈക്വൽ ടു ബി, എയിലെയും ബിയിലെയും വാല്യൂ സെയിം ആണോ, ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ഈ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിക്കാം. അടുത്തൊരു കാറ്റഗറിയാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആർ യൂസ്ഡ് ടു ടെസ്റ്റ് മോർ ദാൻ വൺ കണ്ടീഷൻസ്. ഇറ്റ് കമ്പൈൻസ് 2 or more റിലേഷണൽ എക്സ്പ്രഷൻസ്. തൊട്ട് മുമ്പ് പറഞ്ഞ ആ ഓപ്പറേറ്റർ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്ത റിലേഷണൽ എക്സ്പ്രഷനുകൾ കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ സ്വാഭാവികമായും റിലേഷണൽ ഓപ്പറേറ്റർ ഉള്ള ഒരു ടേമിനെ ആയിരിക്കും ലോജിക്കൽ ഓപ്പറേറ്റർ ഉപയോഗിച്ച് കമ്പൈൻ ചെയ്ത് കൊണ്ടുവരിക. ഇപ്പോൾ ആൻഡ്, ഡബിൾ ആംപർസൻഡ് സിമ്പിളാണ് ആൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലോജിക്കൽ ഓപ്പറേഷൻ. ഇപ്പോൾ രണ്ട് കണ്ടീഷൻ വേണം, ആ രണ്ട് കണ്ടീഷനെ ആൻഡ് ചെയ്യാം. ആൻഡ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും അതിൻ്റെ റിസൾട്ട് കിട്ടുക. ദെൻ അടുത്തത് ഓർ, ലോജിക്കൽ ഓർ ഓപ്പറേഷൻ. ആൻഡ് ദെൻ നെക്സ്റ്റ് വൺ ഈസ് ലോജിക്കൽ നെഗേഷൻ, നോട്ട് ഓപ്പറേഷൻ. അപ്പോൾ അതിൻ്റെ പ്രയോറിറ്റി അവിടെ കൊടുത്തിട്ടുണ്ട് 11 ഫോർ ഡബിൾ ആംപർസൻഡ്,
ആൻഡ് ഓറിൻ്റെ 12. ആൻഡ് കുറച്ചുകൂടി ഹയർ പ്രയോറിറ്റി ഉള്ള ഒരു ഓപ്പറേറ്ററാണ് ലോജിക്കൽ നെഗേഷൻ. R-L എന്ന് എഴുതിയിരിക്കുന്നു. And that is that shows associativity, right to left associativity ആണ് അവിടെ ഉപയോഗിക്കുന്നത്. The next one is assignment operator. ഓൾറെഡി ഡിസ്കസ് ചെയ്ത പ്രോഗ്രാമുകളിലൊക്കെ അസൈൻമെന്റ് ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ടുണ്ട്. അതൊരു പക്ഷേ ഒരു വാല്യൂ ഈക്വൽ സൈൻ ലെഫ്റ്റിലുള്ള വാരിയബിളിലേക്ക് അസൈൻ ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ ഈക്വൽ സൈനിന് റൈറ്റിലുള്ള ഒരു എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ വാല്യൂ ലെഫ്റ്റിലേക്ക് അസൈൻ ചെയ്യാനായിരിക്കും. അതാണ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ്. ഹിയർ we can also we can also combine assignment operator along with the arithmetic operator. Then it becomes arithmetic assignment operator. Plus equals, minus equals, multiplication equals, slash equals, modulus equals. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ രണ്ട് ടാസ്കും ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. A plus equals B എന്ന് എഴുതി കഴിഞ്ഞാൽ first it will perform A plus B. Then it will assign the resulting value to A. So that performs both arithmetic operation and assignment operation. അടുത്ത കാറ്റഗറിയാണ് ഇൻക്രിമെന്റ് ആൻഡ് ഡിക്രിമെന്റ് ഓപ്പറേറ്റേഴ്സ്. പ്ലസ് പ്ലസ്, മൈനസ് മൈനസ്. This operator can be used in two different modes, postfix mode and prefix mode. അതൊരു വേരിയബിളിനോട് കൂടിയാണ് ഉപയോഗിക്കുന്നത്. That type of the variable cannot be a floating point. ഒരു ഇൻറ്റിജർ ആണെങ്കിൽ അതിൻ്റെ കൂടെ അത് ഉപയോഗിക്കാം. A++ എന്ന് എഴുതാം, പ്ലസ് പ്ലസ് എന്ന് എഴുതാം. A++ എന്ന് എഴുതി കഴിഞ്ഞാൽ എയുടെ വാല്യൂ ഉപയോഗിച്ചതിന് ശേഷം അതിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യും. ++A എന്ന് എഴുതി കഴിഞ്ഞാൽ എയുടെ വാല്യൂ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്തതിനു ശേഷം ആ വാല്യൂ മറ്റെന്തെങ്കിലും സ്റ്റേറ്റ്മെന്റിൽ ഉപയോഗിക്കാം. The next is conditional operator. Question mark, colon. രണ്ടും കൂടെ ഒന്നിച്ചാണ് ഒരു എക്സ്പ്രഷനിൽ ഉപയോഗിക്കുക. This is the only ternary operator available in C. Ternary operation means this operator requires 3 operands. ആദ്യത്തെ ഓപ്പറന്റ് നേരത്തെ പറഞ്ഞ പോലെ ഒരു റിലേഷണൽ എക്സ്പ്രഷൻ ആയിരിക്കും. അത് ഇവാലുവേറ്റ് ചെയ്ത് കഴിയുമ്പം ട്രൂ ആണ് കിട്ടുന്നതെങ്കിൽ രണ്ടാമത്തെ എക്സ്പ്രഷന്റെ വാല്യൂ റിസൾട്ടിംഗ് വാല്യൂ ആയിട്ട് ഉപയോഗിക്കാം. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ഇവാലുവേറ്റഡ് ടു ഫാൾസ് വി ക്യാൻ യൂസ് ദ തേർഡ് വാല്യൂ ഓഫ് തേർഡ് എക്സ്പ്രഷൻ ആസ് എ റിസൾട്ടിംഗ് വാല്യൂ. The next is bitwise operators. So far we have considered a data item as a single unit. For example, ഒരു integer സ്റ്റോർ ചെയ്യാം. Integer consumes 16 bits of memory. ആ മൊത്തമായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. 16 ബിറ്റ്സ് ഓരോ ബിറ്റ് തിരിച്ചിട്ടല്ല ചെയ്യുന്നത്, അതിലുള്ള വാല്യൂ മൊത്തമായിട്ടും ഒരു നമ്പർ എന്നാണ് കണക്കാക്കുന്നത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ബിറ്റ്വൈസ് ഓപ്പറേറ്റർ ഇറ്റ് ഈസ് യൂസ്ഡ് ടു മാനിപ്പുലേറ്റ് ബിറ്റ് ബൈ ബിറ്റ്. ദിസ് operator cannot be used with a floating point or double data type. നേരത്തെ കൊടുത്ത ലോജിക്കൽ ഓപ്പറേറ്ററിന് സിമിലർ ആയിട്ടുള്ളതാണ് ഈ ബിറ്റ്വൈസ് ഓപ്പറേറ്റേഴ്സ്. The only difference is logical operator is applied to the entire data item, but this single ampersand, that is a bitwise AND operation, it is applied at bit level. ഓരോ ബിറ്റ് ആയിട്ടാണ് ആൻഡ് ചെയ്യുന്നത്. Then OR, then XOR operation. Then this bitwise operator can also be used to perform shift operation either to left or to right. 0, 1, 1, 1. Suppose this is the data. You can shift each digit to left. 0 ആദ്യം ഷിഫ്റ്റ് ചെയ്തു, പിന്നെ 1, പിന്നെ 1, അടുത്ത 1. ഇങ്ങനെ ഓരോന്നായിട്ട് വേണമെങ്കിൽ ഷിഫ്റ്റ് ചെയ്യാം. അങ്ങനെ ഷിഫ്റ്റ് ചെയ്യാം. അതാണ് ബിറ്റ്വൈസ് ഓപ്പറേറ്റേഴ്സ്. കോമ ഓപ്പറേറ്റർ ഏതാണ്ടൊരു ഹയസ്റ്റ് പ്രയോറിറ്റിയിൽ വരുന്ന ഒരു ഓപ്പറേറ്ററാണ് കോമ ഓപ്പറേറ്റർ. പ്രയോറിറ്റി റാങ്കിങ് ആർ ഫ്രം that is not the highest priority, it is the least priority operator. The priorities are from 1 to 15. 1 is
with the highest priority and 15 is the least priority. So comma operator is having the least priority. എല്ലാ കാര്യങ്ങളും ചെയ്തതിനു ശേഷമായിരിക്കും കോമ ഓപ്പറേറ്ററുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നത്. Comma is used to link related expressions together. Suppose we want to find sum of two values. രണ്ട് സംഖ്യകൾ തമ്മിൽ ആഡ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ സം കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം രണ്ട് സംഖ്യകൾ ഏതാണെന്നുള്ളത് റീഡ് ചെയ്യണം, അല്ലെങ്കിൽ എവിടെയെങ്കിലും സ്റ്റോർ ചെയ്യണം. അതിനുശേഷമാണ് അതിൻ്റെ സം കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സ്വാഭാവികമായും ഫസ്റ്റ് we will assign one value to one variable. In the next statement we will assign second value to second variable, and in the third statement we will find out the sum, and the sum will be stored into a third variable. This is the procedure to find the sum of two numbers. The same task can be performed in a single statement, like value equals x equal to 10, comma y equal to 5, comma x plus 5. Here the value of the rightmost expression is the value of the combined expression. ഈ തന്നിരിക്കുന്ന എക്സ്പ്രഷനിൽ ഏറ്റവും റൈറ്റ്മോസ്റ്റ് എക്സ്പ്രഷനായ എക്സ് പ്ലസ് വൈ കണ്ടുപിടിച്ച് അതിൻ്റെ റിസൾട്ട് ദാറ്റ് ഈസ് 15, ദാറ്റ് ഈസ് അസൈൻ ടു വാല്യൂ. അപ്പോൾ നേരത്തെ 3 സ്റ്റേറ്റ്മെൻറ്റ് ചെയ്ത കാര്യങ്ങൾ ഇവിടെ സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റിൽ ചെയ്യാം, ബിക്കോസ് ദേ ആർ ഓൾ റിലേറ്റഡ്. ദെൻ സൈസ് ഓഫ് ഓപ്പറേറ്റർ. Size of operator is used to find the memory requirement, അല്ലെങ്കിൽ എന്തുമാത്രം മെമ്മറി കൺസ്യൂം ചെയ്യുന്നു എന്ന് കണ്ടുപിടിക്കാനുള്ളതാണ്. അത് ഏതാണ്ട് ഒരു ഹയസ്റ്റ് പ്രയോറിറ്റിയിൽ വരുന്ന ഒരെണ്ണമാണ്. സെക്കൻഡ് പ്രയോറിറ്റിയാണ് ഈ സൈസ് ഓഫ് ഓപ്പറേറ്റർ എന്നുള്ളത്. The size of sum, suppose sum is an integer type variable, so it will return its memory requirement, that is 16. It will consume 16 bits of memory. Then size of long int. Size of long int. Long int is a data type. അതിന് എത്രയാണ് മെമ്മറി റിക്വയർമെൻറ്റ് വേണ്ടത് അത്രയും n എന്ന് പറയുന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യും. ഇപ്പോൾ നേരത്തെ പറഞ്ഞ n these are all integer type value. അപ്പോൾ ആ സൈസ് സ്റ്റോർ ചെയ്യാനുള്ള വേരിയബിൾസ് ആണ് ഇൻറ്റിജർ ടൈപ്പായിട്ട് കൊടുത്തിരിക്കുന്നത്. സൈസ് ഓഫ് ഓപ്പറേറ്റർ can also be used with a constant 230L. L എന്ന് പറയുന്ന ഒരു ലെറ്റർ കൂടി ആ നമ്പറിന് കൂടെ ചേർത്തിട്ടുണ്ട്. This L denotes that it is treated as a long integer. 230 ഒരു ചെറിയ നമ്പർ ആണെങ്കിലും അതിന് കൂടുതൽ മെമ്മറി ഉപയോഗിച്ച് സ്റ്റോർ ചെയ്യാനാണ് L കൊടുത്തിരിക്കുന്നത്. ഇറ്റ് ഇസ് കൺസിഡേർഡ് ആസ് എ ലോങ് ഇൻറ്റ്. അഗൈൻ നേരത്തെ ഉണ്ടായിരുന്ന എക്സ്പ്രഷൻ്റെ അതേ റിസൾട്ട് തന്നെയാണ് ഇവിടെ കിട്ടുക. നേരത്തെ ലോങ് ഇൻറ്റിൻ്റെ സൈസ് കണ്ടുപിടിച്ചു, ഇവിടെ അത് ലോങ് ഇൻറ്റിലുള്ള ഒരു കോൺസ്റ്റൻറ്റിൻ്റെ സൈസ് കാണും. That means size of operator can be used with variable, data type as well as to constant. This is a compile time operator. That means the size of operator will be active during compilation stage, and it will find out the value and assign the value to variable. Pointer operators, ampersand and the star. These operators are related with the memory address. Member selection operators. These operators are related with the structure. Structure is nothing but combination of different data items and different variables. So if you want to access individual data item from the structure, we have to use dot operator or arrow operator. Preprocessor operators. This is part of C99 language. String sync, token pasting. These are the two operators in preprocessor operator category. Another one is typecast operator. Typecast, we have discussed about different types of data. Sometimes we want to convert one type of data to another explicitly by specifying its data type. In this statement, we have enclosed the data type float within bracket. This is a typecast operator. Suppose f is an integer type variable. We can convert its value to float by using this typecast. Care should be taken while converting, because this conversion is applicable only to this particular statement. Hereafter, that is in the succeeding statements,
the value of f will be integer. The conversion is applicable only to this particular statement. And this typecast operator can be applied with a constant, variable or expression. This is known as explicit type conversion. We have specified the data type and converting. And the most highest priority operator is brackets given here. Again, array element reference square bracket is also there. And how these operators can be used along with the different operands, we will discuss it in the next slide. സിയിൽ ഏതൊക്കെ ഓപ്പറേറ്റേഴ്സ് ഉണ്ടെന്നുള്ളത് നാം ഇപ്പോൾ മനസ്സിലാക്കി. How we can use all these operators? What type of values we will obtain when we use these operators? ഏതൊക്കെ വേരിയബിളിൻ്റെ കൂടെ ഏത് ടൈപ്പ് വേരിയബിളിൻ്റെ കൂടെ ഈ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിക്കാം, നാം വിചാരിക്കുന്ന രീതിയിലാണോ ആൻസർ കിട്ടുന്നത് എന്നുള്ളത് അറിയാൻ ഈ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ കൂടെ നമുക്ക് കടന്നു പോകാം. First one is an arithmetic operation. 11 divided by 5. റിസൾട്ട് നോക്കൂ, വിചാരിച്ച പോലെ മാത്തമാറ്റിക്കലായിട്ട് കിട്ടുന്ന പോലെ ഒരു റിസൾട്ട് അല്ല കിട്ടിയിരിക്കുന്നത്. 2 എന്നാണ് ആൻസർ കിട്ടിയിരിക്കുന്നത്. 2.2 എന്നാണ് കിട്ടുന്നത്, ബട്ട് വി ഹാവ് ഒബ്റ്റെയിൻഡ് ഓൺലി 2 ബിക്കോസ് ഇറ്റ് ഈസ് ആൻ ഇൻറ്റിജർ ഡിവിഷൻ. ഈ സിയിൽ അതിനെ ഇൻറ്റിജർ ഡിവിഷൻ എന്ന് പറയാം. കാരണം ബോത്ത് ഓപ്പറൻസ് ആർ ഇൻറ്റിജേഴ്സ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ റിസൾട്ടും ഇൻറ്റിജറേ കിട്ടുള്ളൂ. എന്നാൽ രണ്ടാമത്തത് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ കിട്ടി, ഒരു ചെറിയ മാറ്റം വരുത്തിക്കൊണ്ടാണ്. If one of the operand is a floating point value, result will be in floating point. 11 divided by 5.0 equal to 2.2. അപ്പോൾ ചെറിയൊരു വ്യത്യാസം ആ റിസൾട്ടിൽ മാറ്റം വരുത്തും. അപ്പോൾ ഓപ്പറേറ്റർ എങ്ങനെ ഉപയോഗിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഓപ്പറൻസ് എങ്ങനെയുള്ളതായിരിക്കണം എന്നറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അടുത്തതൊരു മോഡുലസ് ഓപ്പറേറ്ററാണ്. ഓപ്പറൻസ് ഏതാണ്ടൊക്കെ ഒരേപോലെ തന്നെ, പക്ഷേ അതിൻ്റെ റിസൾട്ട് ഓപ്പറൻസിലും ചെറിയ വ്യത്യാസം വരുമ്പം എന്ത് മാറ്റമാണ് വരുന്നത് നോക്കാം. -11 mod 5 equals -1. Modulus operator is used to find out a remainder after division. ഇവിടെ ഒരു റിമൈൻഡർ എന്ന് പറയുന്ന 1 ആണ്, പക്ഷേ അതിൻ്റെ കൂടെ മൈനസ് വന്നിരിക്കുകയാണ്. റിസൾട്ടിൽ ഒരു മൈനസ് ചിഹ്നം വന്നിരിക്കുകയാണ്. So the sign of the result is a sign of the first operand. ഇപ്പോൾ മോഡുലസ് ഓപ്പറേഷന് ശേഷം റിസൾട്ടിൻ്റെ സൈൻ എന്താണെന്നുള്ളത് ഫസ്റ്റ് ഓപ്പറൻറ്റിൻ്റെ സൈൻ അനുസരിച്ചിരിക്കും. -11, അപ്പോൾ അതൊരു മൈനസ് വാല്യൂ ആയതുകൊണ്ട് റിസൾട്ടും മൈനസ് ആയിരിക്കും. അടുത്ത് നോക്കാം, -11 mod -5. അവിടെയും 1 തന്നെയാണ് റിമൈൻഡർ. ഫസ്റ്റ് ഓപ്പറൻറ്റ് മൈനസ് ആയതുകൊണ്ട് റിസൾട്ടും -1 തന്നെയാണ്. അടുത്ത 11 mod -5 equals 1. Again remainder is same 1, but the first operand is positive, so the result is also a positive value. One restriction is that this modulus operator cannot be used with floating point data. And if you are particular about performing a modulus operation with the floating point, you have to use built-in function fmod. fmod ഉപയോഗിച്ചാൽ മാത്രമേ ഫ്ലോട്ടിംഗ് പോയിന്റ് ഉപയോഗിച്ചുള്ള മോഡുലസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അടുത്തത് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്, അതുപോലെ തന്നെ ലോജിക്കൽ ഓപ്പറേറ്റർ, ഇത് ഉപയോഗിച്ചിരിക്കുകയാണ്. അപ്പോൾ ആദ്യം എങ്ങനെയാണ് റിലേഷണൽ ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നത്? ലോജിക്കൽ ഓപ്പറേറ്റർ എന്തായാലും ഒരു റിലേഷണൽ ഓപ്പറേറ്റർ ഉള്ള എക്സ്പ്രഷൻ്റെ കൂടെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ a greater than b ampersand, that is and a greater than c. Suppose we want to check the greatest of 3 numbers. A contains the value 5, b contains 4, c contains 3, and check whether if a is greatest of these 3 numbers, അതിലേറ്റവും വലുത് അതാണോ എന്ന് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്യണമെങ്കിൽ ആദ്യം a bയോട് യേക്കാൾ വലുതാണോ എന്ന് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ a സിയേക്കാൾ വലുതാണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഈ രണ്ട് ബിയേക്കാളും സിയേക്കാളും വലുതാണെങ്കിലേ ഈ 3 എണ്ണത്തിൽ a വലുത് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ചെക്ക് ചെയ്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. 2 relational
expressions are used. A greater than B and A greater than C. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ റിസൾട്ട് ഒരു ലോജിക്കൽ ഓപ്പറേറ്റർ ഉപയോഗിച്ച് കമ്പൈൻ ചെയ്തിരിക്കുകയാണ്. A greater than B evaluated to true. ആ കണ്ടീഷൻ ശരിയാണ്. അപ്പോൾ അത് ഒരു ബൂളിയൻ വാല്യൂ ആണ് റിസൾട്ടായിട്ട് കിട്ടുന്നത്. ദാറ്റ് ഈസ് ട്രൂ. ട്രൂ ഈസ് റെപ്രസെൻറ്റഡ് ആസ് 1. ഫാൾസ് ഈസ് റെപ്രസെൻറ്റഡ് യൂസിങ് 0. അടുത്തത് A greater than C. അതും ട്രൂ ആയിട്ട് തന്നെയാണ് കിട്ടുന്നത്, സിയേക്കാൾ വലുതായതുകൊണ്ട്. അപ്പോൾ രണ്ട് ലോജിക്കൽ റിലേഷണൽ എക്സ്പ്രഷൻ്റെയും റിസൾട്ട് ട്രൂ ആണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും റിസൾട്ട് ട്രൂ ആയതുകൊണ്ട് ഫൈനൽ ലോജിക്കൽ ഓപ്പറേഷൻ റിസൾട്ട് ട്രൂ ആയിരിക്കും. ട്രൂ ആൻഡ് ട്രൂ ട്രൂ, ട്രൂ ആൻഡ് ഫാൾസ് ഫാൾസ്, ഫാൾസ് ആൻഡ് ട്രൂ ട്രൂ, അല്ല ഫാൾസ്, ഫാൾസ് ആൻഡ് ഫാൾസ് ഫാൾസ്. അപ്പോൾ after a logical operation we will get true only if both operands are true. അടുത്തത് again it is combination of logical and relational operators. Double equals, that is equality operator. equal ആണോ ചെക്ക് ചെയ്യാനാണ് ഡബിൾ ഈക്വൽസ്. സിംഗിൾ ഈക്വൽ സൈൻ ആണെങ്കിൽ അത് അസൈൻമെന്റ് ഓപ്പറേറ്റർ ആണ്. that is used to assign a value to a variable. ഇവിടെ ഇത് ഡബിൾ ഈക്വൽസ് വന്നു കഴിഞ്ഞാൽ രണ്ട് വാല്യൂസ് തമ്മിൽ കമ്പയർ ചെയ്യാനാണ്. മന്ത് സപ്പോസ് ഇറ്റ്സ് ആൻ ഇൻറ്റിജർ വേരിയബിൾ, അതിലുള്ള വാല്യൂ 4 ആണോ, അത് രണ്ടും ഈക്വൽ ആണ്. 4 ആണെങ്കിൽ വേറൊന്ന് മന്ത് ഈക്വൽസ് 5, വേറൊന്നിൽ മന്ത് ഏതെങ്കിലും ഒന്നാണ്. മന്തിൽ ഒന്നെങ്കിൽ 4 എന്നുള്ള വാല്യൂ ആകാം, 5 ആകാം. ഇതിലേതെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ അതിനർത്ഥം വി ആർ ഇൻ ഹോളിഡേയ്സ്, ഏപ്രിൽ അല്ലെങ്കിൽ മെയ്. അതുകൊണ്ടാണ് അത് ഉദ്ദേശിക്കുന്നത്. അത് മന്തിൻ്റെ വാല്യൂ 6 ആണെങ്കിൽ നോട്ട് ആപ്ലിക്കബിൾ. സോ ഇഫ് ദ വാല്യൂ ഇൻ മന്ത് ഈസ് 4 or 5 വി ആർ ഇൻ ഹോളിഡേയ്സ്. ഇനി അടുത്തത് ഡേ ആണ് ചെക്ക് ചെയ്യുന്നത്. ഡേ ഈക്വൽസ് ടു ഡബിൾ ഈക്വൽസ് 1. ഫസ്റ്റ് ഡേ ആണോ 3, ഒരു വീക്കിലെ ഫസ്റ്റ് ഡേ, ദാറ്റ് ഈസ് സൺഡേ. അതിൻ്റെ കൂടെ നെഗേഷൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സൺഡേ അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ വർക്കിംഗ് ഡേ. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ലോജിക്കൽ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിക്കുക. അടുത്ത് ദാറ്റ്സ് എ സിമ്പിൾ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് ഇന്റ് b, a equal to 5. So let us use these variables in the succeeding statements. അവിടെ ഒരു അരിത്തമെറ്റിക് അസൈൻമെന്റ് ആണ് അടുത്ത് ചെയ്തിരിക്കുന്നത്. a plus equals 10. a already contains a value 5. This arithmetic assignment operation will perform arithmetic operation followed by assignment operation. അപ്പോൾ ആദ്യം ചെയ്യുന്നത് a plus 10 ആയിരിക്കും, ദാറ്റ് ഈസ് 15. ആ റിസൾട്ടിംഗ് വാല്യൂ എയിലേക്ക് തന്നെ സ്റ്റോർ ചെയ്യും. അടുത്തത് b equals a plus plus. This increment operator or decrement operator can be used in 2 different modes, postfix and prefix. ഇവിടെ അത് പോസ്റ്റ്ഫിക്സ് മോഡൽ ഉപയോഗിച്ചിരിക്കുകയാണ്. അപ്പോൾ ആദ്യം എയുടെ വാല്യൂ ഉപയോഗിച്ചതിന് ശേഷമായിരിക്കും പിന്നീട് അതിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുക. എക്സിസ്റ്റിംഗ് വാല്യൂ ഈസ് 15. എയുടെ വാല്യൂ 15 ആണ് ഇപ്പോൾ. അപ്പോൾ അത് ആദ്യം ബിയിലേക്ക് അസൈൻ ചെയ്യും. അപ്പോൾ ബിയുടെ വാല്യൂ 15 ആകും. അതിനുശേഷം എയുടെ വാല്യൂ ഒന്ന് ഇൻക്രീസ് ചെയ്ത് 16 ആയി മാറും. അടുത്തത് അതേ സാധനം തന്നെ, അതേ ഓപ്പറേറ്റർ തന്നെ പ്രിഫിക്സ് മോഡൽ ഉപയോഗിച്ചിരിക്കുകയാണ്. ബി ഈക്വൽസ് പ്ലസ് പ്ലസ് എ. ഇവിടെ ഒരു വ്യത്യാസമുള്ളത്, എയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്തതിന് ശേഷമേ അത് വേറെ എന്തെങ്കിലും കാര്യത്തിന് ഉപയോഗിക്കുള്ളൂ. അപ്പോൾ നോക്കാം, എയുടെ വാല്യൂ കറണ്ട് വാല്യൂ 16 ആണ്. ഇറ്റ് ഈസ് ഇൻക്രീസ് ടു 17. ആ 17 എന്നുള്ള വാല്യൂ ആയിരിക്കും ഇൻക്രീസ് ചെയ്തതിന് ശേഷമാണ് ബിയിലേക്ക് അസൈൻ ചെയ്യുക. അപ്പോൾ ബോത്ത് എ ആൻഡ് ബി വിൽ ഹാവ് ദ സെയിം വാല്യൂ, ദാറ്റ് ഈസ് 17. ഇനി അടുത്തത് ഒരു ടെർണറി ഓപ്പറേറ്റർ, ദാറ്റ് ഈസ് കണ്ടീഷണൽ ഓപ്പറേറ്റർ ഉപയോഗിച്ചിരിക്കുകയാണ്. ഒരേ സമയം 3 ഓപ്പറൻസ്. അപ്പോൾ അതിൽ എ ഈക്വൽസ് ഡബിൾ ഈക്വൽസ് ബി എന്ന് എഴുതിയിരിക്കുകയാണ്. എയിലെയും ബിയിലെയും വാല്യൂസ് സെയിം ആണോ? ക്വസ്റ്റ്യൻ. ഇറ്റ് ഈസ് എ റിലേഷണൽ എക്സ്പ്രഷൻ. ചെക്ക് വെദർ ബോത്ത് ദ വാല്യൂസ് ആർ സെയിം. കണ്ടൻസ് ഓഫ് എ ആൻഡ് ബി ആർ സെയിം. ആ കണ്ടീഷൻ ഇവാലുവേറ്റ് ചെയ്യും. ഇഫ് ഇറ്റ് ഈസ് ട്രൂ ഇറ്റ് വിൽ ടേക്ക് ദ സെക്കൻഡ് ഓപ്പറൻറ്റ്, ദാറ്റ് ഈസ് 100 ആയിരിക്കും സിയിലേക്ക് അസൈൻ ചെയ്യുക. അതേസമയം എയിലോ ബിയിലോ വാല്യൂസ്
സെയിം അല്ലെങ്കിൽ it will take the third operand. Third operand, that is 101. ഇവിടെ ഇത് സെയിം ആയതുകൊണ്ട് 100 എന്നുള്ളതായിരിക്കും സിയിലേക്ക് അസൈൻ ചെയ്യുന്നത്. We have discussed about different types of operators and their precedence, priority അല്ലെങ്കിൽ റാങ്കിങ്, ഇതിനെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞു. ഇനി ഈ ഓപ്പറേറ്റേഴ്സ് എല്ലാം ഒരു എക്സ്പ്രഷനിൽ കമ്പൈൻ ചെയ്ത് വന്നു കഴിഞ്ഞാൽ അത് ഏത് രീതിയിലായിരിക്കും അതിൻ്റെ റിസൾട്ട് കിട്ടുക എന്ന് സംബന്ധിച്ച് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ കൺഫ്യൂഷൻ ഒഴിവാക്കണമെങ്കിൽ അതിൻ്റെ ഇവാലുവേഷനെ ഓർഡർ എങ്ങനെയായിരിക്കും എന്ന് അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. ഹിയർ ഈസ് ആൻ എക്സാമ്പിൾ. ഇറ്റ് വിൽ ഡിസ്ക്രൈബ് ദ ഓർഡർ ഇൻ വിച്ച് ഈച്ച് സബ് എക്സ്പ്രഷൻസ് ആർ ഇവാലുവേറ്റഡ് ആൻഡ് ഫൈനലി വി വിൽ ഗെറ്റ് ദ വാല്യൂ. ആ റിസൾട്ട് ഏത് രീതിയിലാണ് കിട്ടുന്നത്, എന്ത് റിസൾട്ടാണ് കിട്ടുന്നത് എന്ന് ഈ എക്സാമ്പിൾ വഴി നമുക്ക് മനസ്സിലാക്കാം. ദ എക്സ്പ്രഷൻ ഈസ് 9 minus 12 by 3 plus 3 into 2 minus 1. ഈ എക്സ്പ്രഷനിൽ ഓപ്പറേറ്റേഴ്സ് പല പ്രയോറിറ്റി ലെവലിലുള്ളതാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ, പ്ലസ് ആൻഡ് മൈനസ്, having a priority, less priority than that of multiplication and division. അപ്പോൾ ഹയസ്റ്റ് പ്രയോറിറ്റി ഉള്ളതായിരിക്കും ആദ്യം ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ ആ തന്നിരിക്കുന്നതിൽ 12/3, 3 into 2, ഇത് രണ്ടും ഈക്വൽ പ്രയോറിറ്റിയിലുള്ളതാണ്. ഇതിലേത് ആദ്യം ചെയ്യും? അവിടെയാണ് അസോസിയേറ്റിവിറ്റിയുടെ പ്രാധാന്യം. If we are having operators of same precedence, it will be evaluated based on associativity. Here the associativity is from left to right. അപ്പോൾ ഒരേ പ്രയോറിറ്റി വരുമ്പോൾ അതിൻ്റെ അസോസിയേറ്റിവിറ്റി അനുസരിച്ചായിരിക്കും ഇവാലുവേറ്റ് ചെയ്യുന്നത്, ലെഫ്റ്റ് ടു റൈറ്റ് ഓർഡർ. അപ്പോൾ ആദ്യം ഇവാലുവേറ്റ് ചെയ്യാൻ 12/3, റിസൾട്ട് ഈസ് 4. അത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത സെയിം പ്രയോറിറ്റിയിലുള്ളതാണ്, but it is right to this to 12/3. അതിന് റൈറ്റിലുള്ളതാണ് 3 into 2. ആ എക്സ്പ്രഷൻ ആയിരിക്കും രണ്ടാമതായിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നത്, 3 into 2. സോ ഇവാലുവേറ്റഡ് ടു 6. അപ്പോൾ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഒരു സ്റ്റെപ്പ് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 9 minus 4 plus 6 minus 1. ഇങ്ങനെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. കറണ്ട് സ്റ്റേജ് ഇതാണ്. ഇവിടെയും again we have to consider 3 operators, minus, plus and minus. Here also same priority, so again it will be evaluated from left to right. About 9 minus 4 evaluate him, will get the result 5. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് ഇനിയുള്ള ഇപ്പോൾ കറണ്ട് സ്റ്റേജ് എന്ന് പറയുന്നത് 5 plus 6 minus 1 എന്നാണ് നിൽക്കുന്നത്. അപ്പോൾ അടുത്തത് ഇനി ലെഫ്റ്റിലുള്ള ഓപ്പറേഷൻ അഡീഷനാണ്. ദാറ്റ് ഈസ് 5 plus 6. We will get 11. Now the current stage is 11 minus 1. Finally we will get the result 10. So this is the order in which each operators are considered and each sub-expressions are evaluated and finally we will get the result. ഇനി ഇത് ഓൾറെഡി അസൈൻ ചെയ്തിരിക്കുന്ന പ്രയോറിറ്റീസാണ്. ഇതിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അവിടെ ഹയസ്റ്റ് പ്രയോറിറ്റിയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ബ്രാക്കറ്റ്സ് ഉപയോഗിക്കും. ഇഫ് യു എൻക്ലൂസ് ആൻ എക്സ്പ്രഷൻ വിതിൻ ബ്രാക്കറ്റ്സ് ഇറ്റ് വിൽ ഗെറ്റ് ദ ഹയസ്റ്റ് പ്രയോറിറ്റി. ദാറ്റ് മീൻസ് ഇവാലുവേഷൻ ഓർഡർ ക്യാൻ ബി ചേഞ്ച്ഡ് ബൈ യൂസിങ് പാരാന്തസിസ്. ദ സെയിം എക്സ്പ്രഷൻ അത് ബ്രാക്കറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ചില ഓപ്പറൻസ് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന ശ്രദ്ധിക്കുക. Now the next expression is 9 minus 12 divided by 3 plus 3 within bracket into 2 minus 1 within bracket. അപ്പോൾ ഇവിടെ രണ്ട് എക്സ്പ്രഷൻ ബ്രാക്കറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ അസോസിയേറ്റിവിറ്റി അനുസരിച്ച് ആദ്യത്തെ ബ്രാക്കറ്റിലുള്ള ആദ്യം ഇവാലുവേറ്റ് ചെയ്യും. ദാറ്റ് ഈസ് 3 plus 3 ഇവാലുവേറ്റ് ചെയ്ത് 6 കിട്ടി. and that is the second stage. Third stage again one more bracketed expression is there, 2 minus 1. അത് evaluate ചെയ്ത് 1 എന്നുള്ളത് കിട്ടി. Now we have
മൈനസ് സ്ലാഷ് ആൻഡ് സ്റ്റാർ. അപ്പോൾ അടുത്തത് ഡിവിഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ഹാവിങ് ദ സെയിം പ്രയോറിറ്റി. അപ്പോൾ അതിൽ ലെഫ്റ്റിലുള്ളത് ആദ്യം ഇവാലുവേറ്റ് ചെയ്യും. ദാറ്റ് ഇസ് 12/6. Result is 6. 2. Result is 2. Now we are in the stage 9 minus 2 into 1. So again multiplication, 2 into 1. Now 9 minus 2, that is 7. So this is the order in which it is evaluated, but the priority can be altered by using brackets, parentheses. ഇനി അടുത്തൊരു കേസ്, parenthesesനുള്ളിൽ parentheses. Nesting of parentheses are allowed. In that case, the innermost sub-expression will be evaluated. ഏറ്റവും ഉള്ളിലുള്ള ബ്രാക്കറ്റഡ് ആയിട്ടുള്ള ആ സബ് എക്സ്പ്രഷൻ ആയിരിക്കും ആദ്യം ഇവാലുവേറ്റ് ചെയ്യുക. ഇറ്റ്സ് ദ സെയിം എക്സ്പ്രഷൻ ബട്ട് വിത്ത് എ ഡിഫറെൻറ്റ് പാരാന്തസിസ് കോമ്പിനേഷൻ. 9 minus 12 divided by 3 plus 3 within bracket into 2 minus 1. അപ്പോൾ അതിൽ 3 plus 3 ആണ് ഇന്നർ മോസ്റ്റ് പാരാന്തസിസ്. അത് ഇവാലുവേറ്റ് ചെയ്യും. അപ്പോൾ അത് 6 എന്നുള്ള ആൻസർ കിട്ടും. നൗ ദ അഗൈൻ ഒരെണ്ണം ഒരു ബ്രാക്കറ്റ് ഒഴിവായെങ്കിലും അടുത്തത് ഔട്ടർ പാരാന്തസിസ് 12/6 into 2. അവിടെയും സെയിം പ്രയോറിറ്റി ഉള്ള 2 ഓപ്പറേറ്റേഴ്സ് സ്ലാഷ് ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ അത് അസോസിയേറ്റിവിറ്റി അനുസരിച്ച് ഇവാലുവേറ്റ് ചെയ്യും. 12/6 is 2. Then 2 into 2 within bracket. Again it will be evaluated. 2 into 2 is 4. Now we have 9 minus 4 minus 4 minus operators with same priority. So again we will follow associativity. 9 minus 4, that is 5, minus 1 equals 4. So almost same, all same operands are used with parentheses, without parentheses, and nested parentheses. See the result. For the first case we obtain 10, second case 7, and for the third case we obtain 4. Different answers are obtained. അപ്പോൾ അതുകൊണ്ട് എന്താണോ ടാസ്ക് ചെയ്യാൻ പോകുന്നത്, ഏതുതരം ഓപ്പറേഷനാണ് ചെയ്യാൻ പോകുന്നത്, എന്ത് റിസൾട്ടാണ് നാം പ്രതീക്ഷിക്കുന്നത്, അതനുസരിച്ചിട്ടുള്ള എക്സ്പ്രഷനും ഓപ്പറേറ്റേഴ്സും ഒക്കെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. ഇത്രയും പറഞ്ഞത് അരിത്തമെറ്റിക് ഓപ്പറേറ്റർ മാത്രമുള്ള എക്സ്പ്രഷനാണ്. ഇനി നോക്കുക ഏറ്റവും അവസാനത്തെ ലൈൻ. അതിൽ അരിത്തമെറ്റിക് ഓപ്പറേറ്റർ ഉണ്ട്, റിലേഷണൽ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സും അടങ്ങിയിരിക്കും. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുക? The given expression is x equals 10 plus 15 and y less than 10. ഇതൊരു ലോജിക്കൽ ഓപ്പറേറ്റർ ഉപയോഗിച്ചിരിക്കുന്നതുകൊണ്ട് ഫൈനൽ റിസൾട്ട് either true or false അല്ലെങ്കിൽ 1 or 0 ഇതായിരിക്കും കിട്ടേണ്ടത്. Suppose that the initial value of x is 20 and that of y is 5. ഈ എക്സ്പ്രഷനിൽ റിലേഷണൽ, അരിത്തമെറ്റിക്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. അതിൽ ഹയസ്റ്റ് പ്രയോറിറ്റി ഉള്ള അരിത്തമെറ്റിക് ഓപ്പറേറ്റർ ആയിരിക്കും ആദ്യം ചെയ്യുന്നത്. ദാറ്റ് ഈസ് 10 plus 15, ദാറ്റ് ഈസ് 25. ഇനി എക്സിലുള്ള വാല്യൂ 20, അത് നമ്മൾ കമ്പയർ ചെയ്യാം. 20 and 25, that is not equal. So finally the expression is evaluated to false. ലോജിക്കൽ എക്സ്പ്രഷൻ്റെ ഒരു ഭാഗം ഫാൾസ് ആണ്. അപ്പോൾ തന്നെ റിസൾട്ട് അറിയാൻ സാധിക്കും. If one of the operand is false, the final result of AND operation will be false. So y less than 10, that is y less than 10, that is evaluated to true. അപ്പോൾ finally false and true result is false. അതായിരിക്കും ആൻസർ കിട്ടുക. That is false is represented using 0. ഒരു എക്സ്പ്രഷനിൽ പലതരം ഓപ്പറേറ്റേഴ്സ് ഉപയോഗിക്കുമ്പോൾ അത് ഏത് തരത്തിലാണ് ഇവാലുവേറ്റ് ചെയ്യുന്നതെന്നും ബ്രാക്കറ്റ് ഉപയോഗിക്കുമ്പോൾ അത് റിസൾട്ടിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നുവെന്നും നാം കണ്ടു കഴിഞ്ഞു. ഇനി നാം അനലൈസ് ചെയ്യാൻ പോകുന്നത് ഒരു എക്സ്പ്രഷനിലുള്ള
പലതരം ഡാറ്റ ടൈപ്പുകൾ എങ്ങനെയാണ് റിസൾട്ടിൽ അഫക്റ്റ് ചെയ്യുന്നത്, റിസൾട്ടിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഹിയർ ദർ ഇസ് ആൻ എക്സാമ്പിൾ. 4 types of variables are used. I and x integer, f is float, d is double, and l is a long int type variable. ഈ എല്ലാ വേരിയബിൾസും ഈ എക്സ്പ്രഷൻ എഴുതിയിട്ടുണ്ട്. x ഈക്വൽസ് l by i പ്ലസ് i പ്ലസ് f മൈനസ് d. ഇവിടെ ഇവാലുവേഷൻ ഓർഡർ അല്ല നാം കൺസിഡർ ചെയ്യുന്നത്. പകരം ഓരോ എക്സ്പ്രഷനിലെയും വേരിയബിളിൻ്റെ ഡാറ്റ ടൈപ്പാണ്. അത് എങ്ങനെയാണ് റിസൾട്ടിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ആദ്യത്തത് എൽ ബൈ ഐ, എൽ ഡിവൈഡഡ് ബൈ ഐ. എൽ ഈസ് എ ലോങ് ഇൻറ്റിജർ, ഐ ഈസ് ആൻ ഇൻറ്റിജർ ടൈപ്പ് വേരിയബിൾ. അപ്പോൾ എൽ എന്ന് പറയുന്ന ഒരു വലിയ സംഖ്യ റെപ്രസെൻ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഐ ഒരു ഷോർട്ട് ഡിസ്റ്റൻസാണ്. ഇവിടെ ഈ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് lower size type will be converted to higher size type. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ വാല്യൂ ലോസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ലോവർ സൈസ് ടൈപ്പിനെ ഹയർ സൈസ് ടൈപ്പായിട്ട് കൺവേർട്ട് ചെയ്യണം. നേരത്തെ ഒരു ഇംപ്ലിസിറ്റ് കൺവേർഷനെ കുറിച്ച് നാം പഠിച്ചു. അവിടെ പ്രോഗ്രാമർ ഏതിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്ന് സ്പെസിഫൈ ചെയ്യണം. ദാറ്റ് ഈസ് എക്സ്പ്ലിസിറ്റ് കൺവേർഷൻ. ഇവിടെ സിസ്റ്റം വിൽ ഓട്ടോമാറ്റിക്കലി ഡു ഇറ്റ്. So it is known as implicit type conversion. By implicit type conversion, lower size type will be converted to higher size data. അപ്പോൾ തന്നിരിക്കുന്ന എക്സ്പ്രഷനിൽ ഒന്ന് ലോവർ സൈസ് ആണ്, ഇൻറ്റിജർ ഇസ് ലോവർ സൈസ് ടൈപ്പ്. എൽ is a higher size type. So L will be converted to long int. അതും നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു എക്സ്പ്രഷനിലേക്ക്, ഈ ഒരു സ്റ്റേറ്റ്മെന്റിലേക്ക് മാത്രമാണ് ആ കൺവേർഷൻ for the purpose of evaluation. അതായത് സക്സീഡിങ് സ്റ്റേറ്റ്മെന്റിൽ ആ വേരിയബിൾ അതേപടി തന്നെ കണ്ടിന്യൂ ചെയ്യും, ദാറ്റ് ഇസ് ഇൻറ്റിജർ ആയിട്ടാണ്. അപ്പോൾ എൽ ഈസ് ലോങ് ആൻഡ് ഐ വിൽ ബി കൺവേർട്ടഡ് ടു ലോങ് ഇൻറ്റ് ബൈ ഇംപ്ലിസിറ്റ് കൺവേർഷൻ. അതിനുശേഷം അടുത്ത സബ് എക്സ്പ്രഷനാണ് ഐ പ്ലസ് എഫ്. And that's I into f. I is an integer type variable and f is a floating point variable. അപ്പോൾ അതിന് ഹയർ സൈസ് എന്ന് പറയുമ്പോൾ ഫ്ലോട്ട് ആണ്. അപ്പോൾ ഇൻറ്റിജർ വാല്യൂ വിൽ ബി ഇംപ്ലിസിറ്റ്ലി കൺവേർട്ടഡ് ടു ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ. അത്രയും കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ 2 ടൈപ്പ് വാല്യൂ ആണ് കിട്ടുക. I into f will result in a floating point value. L by I will result in another floating point value, and that is no long type value. അപ്പോൾ ഈ ലോങ് ടൈപ്പും ഫ്ലോട്ടും തമ്മിൽ ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോൾ ഹയർ സൈസിലേക്ക് അത് കൺവേർട്ടഡ് ആകും, ദാറ്റ് ഈസ് ഫ്ലോട്ടിലേക്ക് കൺവേർട്ടഡ് ആകും. പിന്നെ അടുത്ത വേരിയബിൾ ഡി ആണ്. ഡി ഈസ് എ ഡബിൾ ഡാറ്റ ടൈപ്പ്. Now we want to evaluate the expression. ആ എക്സ്പ്രഷനിലുള്ള ഒരു പോർഷൻ ഫ്ലോട്ടും മറ്റൊന്ന് ഡബിളുമാണ്. അപ്പോൾ അത് ഫ്ലോട്ട് എന്നുള്ളത് ഡബിളിലേക്ക് കൺവേർട്ട് ചെയ്യും, ഹയർ സൈസ് ടൈപ്പിലേക്ക്. അപ്പോൾ റിസൾട്ട് ആ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്ത് കഴിയുമ്പം വി വിൽ ഗെറ്റ് എ ഡബിൾ ടൈപ്പ് വാല്യൂ. പക്ഷേ ഇവിടെ പ്രോബ്ലം ഇതാണ്, ഇറ്റ് ഈസ് അസൈൻ ടു എക്സ്. എക്സ് ഈസ് ആൻ ഇൻറ്റിജർ വാല്യൂ. ഈ എക്സ്പ്രഷൻ അനുസരിച്ച്, ഈ സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് ഒരു ഡബിൾ വാല്യൂ ഒരു ഇൻറ്റിജറിലേക്ക്, ലോവർ സൈസിലേക്കാണ് അസൈൻ ചെയ്യാൻ പോകുന്നത്. സോ ഇറ്റ് വിൽ ട്രങ്കേറ്റ് ദ വാല്യൂ ആൻഡ് സ്റ്റോർ ആസ് ഇൻറ്റിജർ വാല്യൂ. നേരത്തെ ഇൻറ്റിജർ ഡിവിഷനിൽ കണ്ട പോലെ ഒരു ട്രങ്കേറ്റ് ചെയ്ത വാല്യൂ ആയിരിക്കും ഇവിടെ എക്സിലേക്ക് സ്റ്റോർ ചെയ്യും. സോ കെയർ ഷുഡ് ബി ടേക്കൺ ടു സെലക്ട് പ്രോപ്പർ ഡാറ്റ ടൈപ്പ് ടു അവോയ്ഡ് ട്രങ്കേറ്റഡ് ഓർ എറർ വാല്യൂസ്. ഫൈനലായിട്ട് റിസൾട്ട് സ്റ്റോർ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു ലോവർ സൈസിലേക്ക് പോവുകയാണെങ്കിൽ ഹയർ ഓർഡർ ബൈറ്റ്സ് നഷ്ടപ്പെടാനോ അല്ലെങ്കിൽ ചിലപ്പോൾ ട്രങ്കേറ്റഡ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടാനോ സാധ്യതയുണ്ട്. ആ സാഹചര്യം ഒഴിവാക്കേണ്ടതാണ്. ഇപ്പോൾ ഡാറ്റ ടൈപ്പ് സെലക്ട് ചെയ്യുമ്പോഴും വളരെ
ശ്രദ്ധിച്ച് സെലക്ട് ചെയ്യാം. Many of the mathematical operations can be performed using operators available in C. But there are certain operations for which operators are not available. And there are certain other tasks, there are certain other complicated tasks which need to be performed. So for that purpose, built-in functions are available in C. So if you want to perform any of these tasks, just you want to use these functions. All these functions are available in maths.h header file. So if you want to use any of these functions, you should include this header file at the beginning of the program. Many of these functions are mathematical functions. You need not write any code to perform these tasks, because these functions are available as built-in functions in this header file. Sine, cos, tan, these values can be easily find out. Just you need to give an input value and the system will give the output. This function will give the output. Here you have to use a double data type input, and the function will also give double data type result. For trigonometric and hyperbolic functions, the values of x and y should be in radians. And for other category functions, let us go through these functions. Ceil is used to round up to the next integer. ഏതെങ്കിലും വാല്യൂ തൊട്ടടുത്ത ഇൻറ്റിജറിലേക്ക് റൗണ്ട് ചെയ്യണമെങ്കിൽ അതിനാണ് സീൽ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴെയുള്ള വാല്യൂയിലേക്കാണ് റൗണ്ട് ചെയ്യേണ്ടതെങ്കിൽ ഫ്ലോർ ഫംഗ്ഷൻ ഉപയോഗിക്കുക. എക്സ്പോണന്റ്, ഈ പവർ എക്സ് കണ്ടുപിടിക്കാനാണ് എക്സ്പോണന്റ് ഫംഗ്ഷൻ. FABS, this is used to find absolute value of floating point value. F mod xy, this is used to find the modulus of floating point values. Log x, natural logarithm. Log to the base 10. And if you want to find x power y, use the function POW. And if you want to find square root of a number, use SQRT. ഇതൊക്കെയാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള മാത്തമെറ്റിക്കൽ ഫങ്ഷൻസ്. യു ക്യാൻ യൂസ് ദീസ് മാത്തമെറ്റിക്കൽ ഫങ്ഷൻസ് ഇൻ എ പ്രോഗ്രാം. ഓരോന്നിനും ഓരോ ഡബിൾ ഡാറ്റ ടൈപ്പ് വാല്യൂ കൊടുത്ത് റിസൾട്ട് എന്താണ് കിട്ടുന്നത് എന്നുള്ളത് വെരിഫൈ ചെയ്യാം.